സർ, ഇവിടെ ഒറ്റപ്പാലം പ്രതിനിധി മെമ്പർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, CPM ആണ് RSSനെയും BJPയെയും എതിർക്കാൻ കരുത്തുള്ള പാർട്ടി സംവിധാനം എന്ന് പറയുകയുണ്ടായി. സർ, CPMനെ എതിർക്കാൻ CPM എവിടെയാണുള്ളത് സർ? ഈ കേരളം കഴിച്ചാൽ എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി ചോദിക്കാൻ. ഇനി ഉള്ളയിടത്ത് തന്നെ CPMും BJPയും തമ്മിൽ സന്ധി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1977 തുടങ്ങിയതാണ്. മാരാർ ഉദുമയിൽ മത്സരിക്കുന്നു, കൂത്തുപറമ്പിൽ പിണറായി മത്സരിക്കുന്നു, പട്ടാമ്പിൽ EMS മത്സരിക്കുന്നു, പാലക്കാട്ട് അവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് LK അദ്വാനിയാണ്. അന്ന് തുടങ്ങിയ കൂട്ടുകെട്ട് ഇപ്പോഴും തുടർന്ന് VP സിംഗിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. സംയുക്ത ഡിന്നർ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഭരണം നടത്തിക്കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ വിജിൻ മറുപടി പറയണം. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ BJP ഗവൺമെന്റ് ഫാസിസ്റ്റ് അല്ല എന്ന് പോലും പറയാൻ മടിയില്ലാത്ത CPIക്കാരെ എതിർത്തു. CPIക്കാരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇവിടെ CPIക്കാരെ എതിർത്തു. CPM പറഞ്ഞത് അവർ ഫാസിസ്റ്റ് തന്നെയാണ്. CPI തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഫാസിസ്റ്റ് ബന്ധം നിങ്ങൾ തുടരുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ അത് ജനങ്ങളോടത് പറയണം. അല്ലാതെ നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ മേലങ്കി അണിയുകയും BJP ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഈ പരിപാടി നിർത്തണം. സർ, ഞാൻ ഈ 7 ധനാഭ്യർത്ഥനകളെയും എതിർക്കുകയാണ് സർ. കഴിഞ്ഞ 4 വർഷത്തെ ബജറ്റിൻ്റെ ദുരവസ്ഥ തന്നെയാണ് ഈ ബജറ്റിലും ഉണ്ടാവുക സർ. മാർച്ച് 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ട്രഷറിയിൽ നിന്ന് ചുവന്ന സൈറനാണ് മുഴങ്ങുന്നത് സർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ സമയത്ത് 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ബില്ലും സർ പാസ്സായിട്ടില്ല. ഗവൺമെൻറ് പഞ്ചായത്തുകൾക്ക് 3ാം ഗഡു കൊടുത്തു 1200 കോടി. പക്ഷേ 1 രൂപ പോലും ചെലവഴിക്കാൻ കഴിയാത്ത വിധം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി. പിന്നെ എന്തിനാണ് സർ ഈ ധനാഭ്യർത്ഥന, ഈ ഉപധനാഭ്യർത്ഥന ഞങ്ങൾ പാസ്സാക്കിയിട്ട് എന്ത് കാര്യമാണ് എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. 24-25 വർഷത്തിൽ ഈ സഭ പാസ്സാക്കിയ ചെലവുകളിൽ ധനാഭ്യർത്ഥനയിൽ 50% പോലും ചെലവഴിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല സർ. ഇപ്പോൾ 10 കോടിക്ക് മുകളിലുള്ള പദ്ധതികൾ പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ തന്നെ വെച്ചു. ഉദാഹരണത്തിന് 12/2/2022 നിയമസഭാ ചോദ്യത്തിന് എനിക്ക് മറുപടിയായി വിദ്യാഭ്യാസ മന്ത്രി തന്നതിൽ ഒറ്റക്കാര്യം ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ ബജറ്റിൽ 94.28 കോടി രൂപ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അനുവദിച്ചു. അതിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഭിന്നശേഷി സംവരണ പദ്ധതികൾ, ഭിന്നശേഷി സൗഹൃദ പദ്ധതികളുണ്ട്, ഭൂമിയില്ലാത്ത സ്കൂളുകൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കൽ അടക്കമുള്ള പദ്ധതികൾ ഉണ്ടായിട്ട് ആകെ 1.25 1.25 കോടി രൂപയ്ക്ക് മാത്രമാണ് യേസ് കൊടുത്തത് സർ. പിന്നെ എന്തിനാണ് സർ ഇത് പാസ്സാക്കി കൊടുക്കുന്നത്? അപ്പോൾ അതുപോലെ തന്നെ സർ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ VHSക്ക് ഒന്നും കൊടുത്ത് ഇരിക്കുന്ന ഫണ്ടുകളൊന്നും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ട് എല്ലാ ഫണ്ടും സർക്കാർ പിൻവലിക്കുകയാണ് സർ. അതുകൊണ്ട് തന്നെയാണ് സർ. പിന്നെ മാത്രമല്ല, ഇതിന് പുറമെ ഈ മറ്റെല്ലാ വകുപ്പുകൾക്കും ബജറ്റിൽ നീക്കിവെച്ചിരുന്ന ഫണ്ടുകൾ മുഴുവൻ കടും വെട്ടുവെട്ടിയിട്ടാണ് നീക്കിയത് സർ. പൊതുമരാമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് അരൂർ MLA പറഞ്ഞു കേരളത്തിൽ സ്വർഗമാണ് റോഡുകളൊക്കെ എന്ന്. റിയാസ് കുണ്ടുകളെന്ന് കേരളത്തിലെ റോഡുകളിൽ ഒരുപാട് കുണ്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന റോഡുകളാണ്. ഒരു പക്ഷേ ബേപ്പൂരിൽ കുണ്ടുകൾ ഉണ്ടാവില്ല സർ. ഭരണപക്ഷ പ്രതിപക്ഷ വിവേചനം കാണണമെങ്കിൽ സർ ബേപ്പൂരിലേക്കും കൊണ്ടോട്ടിയിലേക്കും വന്നാൽ മതി സർ. ബേപ്പൂരിനെ തൊട്ടടുത്ത് നിൽക്കുന്ന മണ്ഡലമാണ് എൻ്റെ കൊണ്ടോട്ടി മണ്ഡലം, മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും സർ. ഈ ഒരു പ്രവാചകന്റെ ഒരു വചനമുണ്ട് സാർ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നുള്ളത് സർ. അത് ഉൾക്കൊള്ളാൻ തന്നെയെങ്കിലും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തയ്യാറാകണം. എൻ്റെ ബേപ്പൂർ മണ്ഡലത്തിലെ എല്ലാ ഓടകളും അതുപോലെ തന്നെ എല്ലാ ഊടുവഴികളും BMVC ചെയ്യുമ്പോൾ കൊണ്ടോട്ടി മണ്ഡലത്തിലെ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് സർ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മുഹമ്മദ് റിയാസ് മന്ത്രിയായതിന് ശേഷം എനിക്ക് ആ മണ്ഡലത്തിലേക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് വെറും 17 കോടി രൂപ മാത്രമാണ്. ഇതിലും വലിയ വിവേചനം മാത്രമുണ്ടോ? 17 കോടി. അതല്ല, അത് തൊട്ടടുത്ത് ബേപ്പൂർ മണ്ഡലത്തിലേക്ക് പോയാൽ അറിയാം. ഇനി SLTF മുഖേനയോ മറ്റേതെങ്കിലും വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നന്നാക്കണമെന്ന് വിചാരിച്ചാൽ അതും നടക്കാത്ത അവസ്ഥയാണുള്ളത്. കാരണം എല്ലാം RC എന്നൊക്കെ പറഞ്ഞിട്ട് ആ റോഡുകൾ നന്നാക്കാനുള്ള ഫണ്ടുകൾ പോലും ഇല്ലാതെയാക്കിയിരിക്കുന്നു സർ. എൻ്റെ മണ്ഡലത്തിലെ വാഴക്കാട് ഫാറൂഖ് കോളേജ് റോഡുണ്ട്. ആ റോഡിൽ കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് തകർന്നു പോയിട്ടുള്ള ഒരു ഭാഗം ഇപ്പോൾ കൈവരി അടക്കം പകുതി ഭാഗം തകർന്നു പോയിട്ട് ഇതേവരെ നന്നാക്കിയിട്ടില്ല സർ. ഇതാണ് സർ റോഡിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വരുന്ന രാമനാട്ടുകര മുതൽ ഒരു റോഡിന്റെ DPR അടക്കം തയ്യാറായി എന്ന് പറയുന്നു. ഇപ്പം അതിനെക്കുറിച്ച് റോഡ് വീതി കൂട്ടുന്ന പദ്ധതിയെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. കൊണ്ടോട്ടി റെസ്റ്റ് ഹൗസിന് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു എന്ന് മന്ത്രി ഈ ഫ്ലോറിൽ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇന്നേ വരെ 1 രൂപ കൊണ്ടോട്ടി റെസ്റ്റ് ഹൗസിന് അങ്ങോട്ട് എത്തിയിട്ടില്ല സർ.
അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിന് സ്ഥലമെടുത്തപ്പോൾ അവിടെ റേസ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ക്രോസ് റോഡ് അടച്ചു. ആ ക്രോസ് റോഡ് പകരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ആ എയർപോർട്ടിന്റെ ക്രോസ് റോഡിനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല സർ. റണ്ണിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്നു, പക്ഷെ റോഡുകൾ ഇപ്പോഴും കുടിയാണ്. ഒരു റണ്ണിംഗ് കോൺട്രാക്ട് വഴിയും ഒന്നും നന്നാക്കുന്നില്ല സർ. അതോടൊപ്പം തന്നെ സർ ഒരു ക്രിയാത്മകമായ ഒരു കാര്യം കൂടി പറയട്ടെ സർ. നമ്മുടെ നമ്മുടെ PWD സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മണ്ഡലാടിസ്ഥാനത്തിലേക്ക് പുനർവിഭജനം ചെയ്യേണ്ടതുണ്ട് സർ. ഡിവിഷനുകൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ 2 ഡിവിഷൻ മാത്രമാണുള്ളത്. ഈ മലപ്പുറം അടക്കമുള്ള എറണാകുളം അടക്കമുള്ള എല്ലാ ജില്ലകൾക്കും വേണ്ടി ആകെ ഒരു ഡിസൈനിങ് വിങ് അത് എറണാകുളത്ത് മാത്രമാണുള്ളത്. അതും ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്രയില്ല. നമുക്കൊരു പദ്ധതിക്ക് ഏസ് കിട്ടണമെങ്കിൽ ഡിസൈനിന്റെ വെറ്റിംഗ് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ മാസങ്ങൾ എടുക്കുകയാണ് സർ. ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓവർസിയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ കണ്ട ഒരു ഫയല് ഫിനാൻസിൽ നിന്ന് വീണ്ടും CTക്ക് അയക്കുന്നു സർ. എന്തിനാണ് CTയുടെ യോഗ്യത എന്താണ് സർ? കൃത്യമായ യോഗ്യത പോലുമില്ലാത്ത CTക്കാണ് ചീഫ് എഞ്ചിനീയർ വരെ കണ്ട ഫയല് പിന്നീട് ഫിനാൻസ് അങ്ങോട്ട് അയക്കുന്നത് സർ. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് സർ. ഈ ഭരണം ഇതുപോലെ കുത്തഴിഞ്ഞു പോകുമ്പോൾ ഈ ഭരണത്തെ നന്നാക്കാനുള്ളത് പാർട്ടിയായിരുന്നു. പാർട്ടി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം, ഇന്നലെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. ലോക്കൽ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലും ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ പിന്നെ ജില്ലാ സമ്മേളനം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മേളനത്തിൽ നേരിട്ട് ഹാജരായതോടുകൂടി എല്ലാ വിമർശനങ്ങളും ഇല്ലാതെയായിപ്പോയി. ഇന്നലെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എല്ലാ വിമർശനങ്ങളും ഇല്ലാതെയായി. ഇപ്പോൾ സർ ഭരണവും പാർട്ടിയും സംസ്ഥാനവും ഒക്കെ പണ്ട് ലൂയി 14 ഫ്രാൻസിലെ ഒരു ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെ ഐ ആം ദി പാർട്ടി, ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറയുന്നിടത്തേക്ക് പിണറായി വിജയന്റെ ഭരണം കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിക്ക് പോലും തിരുത്താൻ കഴിയാത്ത പാർട്ടിയായി ഇന്ന് ഈ ഭരണകൂടം മാറിയിരിക്കുന്നു സർ. ഇപ്പൊ സ്വാശ്രയ കോളേജിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി സ്വകാര്യ കോളേജുകൾ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് SFIക്കാരന് മുദ്രാവാക്യം വിളിച്ചിരുന്നു സർ. കോഴിക്കോട്ടെ കോയമാർക്കും, പാലക്കാട്ടെ പട്ടന്മാർക്കും, പാലായിലെ പാതിരിമാർക്കും